എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറേ അധികം തിരക്കുകൾ നമ്മുടെ വർക്കൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് രണ്ട് തവണ വണ്ടികൾ അത്യാവശ്യമായിട്ട് ക്രിസ്മസ് ആണ്, അപ്പോൾ എല്ലാവർക്കും വണ്ടികൾ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞവർക്ക് ഒന്ന് രണ്ട് പേർക്കൊക്കെ നമ്മൾ നാട്ടിലേക്ക് വണ്ടി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് കൊടുക്കാനും ഒക്കെ പോയി. അതിൻ്റെ ഇടയിൽ കുറേ അധികം വണ്ടികൾ നമുക്ക് ക്രിസ്മസിന് മുമ്പായിട്ട് നാട്ടിലെത്തിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ തിരക്കായപ്പോഴത്തേന് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നത് കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഇന്ന് ഡിസംബർ 25 ക്രിസ്മസ് ആണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ നാളെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയുവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ദിവസം കൂടി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിഡില്ലൻ ഇനോവ ക്രിസ്റ്റ 2.8 Z ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള 2019 മോഡൽ വാഹനമാണ്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുള്ള് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്സിലാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൊയോട്ടയുടെ ഒറിജിനൽ ഗ്ലാസ് ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ എല്ലാ വീഡിയോയും പോലെ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ പറഞ്ഞു പോകാം. ബമ്പർ ടു ബമ്പർ ഒറിജിനൽ പെയിന്റ് ആണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫെൻഡറിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെന്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഈ ചെറിയ ഗ്ലാസുകൾ ഉൾപ്പെടെ എല്ലാ ഗ്ലാസുകളും കമ്പനി ഒറിജിനൽ 2019 സീരീസിൽ തന്നെ ഉള്ളതാണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, അതും ടൊയോട്ടയിൽ നിന്ന് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള സ്ക്രാച്ചോ ഡെന്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിനി ഈ ഡോർ തുറന്നൊന്ന് കാണാം. നമ്മൾ ഈ ഡോറ് തുറന്ന് ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. നോർമലി ഇവിടെയൊക്കെ കൈയൊക്കെ പിടിച്ച് അത്യാവശ്യം ചെളിയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈൻ ഫിനിഷിംഗ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇതെല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ബ്രോൺസ് കളറിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊന്ന് നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. പിന്നെ താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. കഴിവതും എല്ലാ 5000-ൽ തന്നെ അവർ സർവീസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക് ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഈ ഡോറിലും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. കമ്പനി ഒറിജിനൽ പെയിന്റ് ആണ് കിടക്കുന്നത്. ബോഡി ലൈൻസ് എല്ലാം നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ അതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി ഈ ഡോറ് തുറന്ന് നമുക്കൊന്ന് കാണാം. ഈ ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകൾ ഞാൻ ആ ഫ്രണ്ടിലത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഈ ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലീൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്യൂവൽ ടാങ്ക് സൈഡ് ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല. ഈ ബോഡി ലൈൻ എല്ലാം നല്ല ക്ലീൻ ആണ്, നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ പുറകു വശത്തേക്ക് വരുമ്പോഴത്തേന് ഈ ഒരു ബ്രേക്ക് ലൈറ്റിൽ ഇവിടെ ഒരു ചെറിയ ക്രാക്ക് ഉണ്ട്. അത് അവർ തന്നെ റീപ്ലേസ് ചെയ്ത് തരാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഗ്ലാസും കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ്. ഡിക്കിയിലേക്ക് വരുമ്പോഴത്തേന് ഡിക്കിയുടെ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെയും ഈ ഒരു ലൈറ്റിൽ യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് തുറന്നൊന്ന് കാണാം. നമുക്ക് ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ടാണ്. ഈ നട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. വളരെ നീറ്റായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. താഴെ വശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടെയും യാതൊരു വിധത്തിലുള്ള റസ്റ്റിന്റെ പ്രോബ്ലംസ് ഒന്നുമില്ല. നോർമലി ഇവിടെയൊക്കെ ചെറിയ രീതിയിലൊക്കെ റസ്റ്റ് വരാറുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. അപ്പോൾ ഈ ബമ്പറിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. ഈ ബമ്പർ വരെയും അത്യാവശ്യം ഒറിജിനൽ പെയിന്റ് ആണെന്നാണ് നമുക്ക്
മനസ്സിലാക്കുന്നത്. കാരണം ഇതിൽ വീണിരിക്കുന്ന ചെറിയ ചെറിയ സ്ക്രാച്ചുകളിൽ നിന്നൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടർ പാനലിലേക്ക് വരുമ്പോഴത്തേന് ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ വർക്കുകളോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ഡെൻറ്റ് വന്നിട്ടുണ്ട്. ബാക്കി വേറെ ഡാമേജുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സൈഡിലെയും എല്ലാ ഗ്ലാസ്സുകളും ഒറിജിനൽ ഗ്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡോർ തുറന്ന് കാണാം. ഈ ഒരു ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നമ്മൾ മുന്നിൽ പറഞ്ഞ പോലെ തന്നെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് പാടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കാം. ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി താഴെ വശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ വീലാർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നിട്ടുണ്ട്. ഈ ഡോറിലേക്ക് വരുമ്പോഴത്തേന് ഡോറിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് വന്നിട്ട് അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ഡോറിലേക്ക് വരുമ്പോൾ ഇതിലെങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന് കാണാം. ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഡോർ പാഡുകളൊക്കെ നല്ല വൃത്തിക്കാണ്ടിരിക്കാം. സ്വിച്ചുകളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊന്ന് കാണാം. ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും കമ്പനി ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഓൾ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് കിടക്കുന്നത്. സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. ബോണറ്റിലേക്ക് വരുമ്പോഴത്തേനും ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളും സംഭവിച്ചിട്ടില്ല. സ്ക്രാച്ചുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഹെഡ്ലൈറ്റുകളാണെങ്കിലും ഹെഡ്ലൈറ്റിൽ വേറെ ഡാമേജുകളോ ക്രാക്കുകളോ സ്ക്രാച്ചസോ ഒന്നുമില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് രണ്ട് ഹെഡ്ലൈറ്റും ഇരിക്കുന്നത്. ഗ്രില്ലിൽ ചെറിയ ചെറിയ 1-2 സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. അതേ ഉള്ളൂ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തു പറയുവാണ്, നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ എപ്പോഴും നമ്മളെ വിളിക്കുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഇത് വണ്ടി നാട്ടിലാണോ എന്നുള്ളത്. അല്ല, വണ്ടിയും ഞാനും എല്ലാം ഡൽഹിയിലാണോ ഉള്ളത്. നമ്മൾ പരിചയപ്പെടുത്തുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിലാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് ബോണറ്റ് ഒന്ന് തുറന്നിട്ട് ബോണറ്റിൻ്റെ ഉൾവശം ഒന്ന് കാണാം, എഞ്ചിൻ റൂം ഒന്ന് കാണാം, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇപ്പോൾ നമ്മൾ ഈ ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് കമ്പനി ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ നട്ടുകളുടെ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇതൊന്നും അഴിക്കുകയോ മറ്റു വർക്കുകൾ ചെയ്യാനായിട്ടൊന്നും അഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ അപ്രോണിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്രണ്ട് വശത്തേക്ക് വരുമ്പോഴത്തേന് എഞ്ചിൻ റൂം അത്രയും മനോഹരമായിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടവും നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഹെഡ്ലൈറ്റിൻ്റെ ക്ലിപ്പുകളൊക്കെ ആണെങ്കിലും ക്രാക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ ഇടത് സൈഡിലെ ക്ലിപ്പിന് ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ല എന്നറിയാം. എന്നാലും നല്ല സൈലന്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ വണ്ടിയുടെ ആ സ്മൂത്ത്നെസ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. സസ്പെൻഷൻ വൈസും വണ്ടിയുടെ ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലാണുള്ളത്. കറക്റ്റായിട്ട് പീരിയോഡിക് സർവീസ് ചെയ്തു പോയിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറും ടയറും ഒന്ന് കാണാം. ഈ വാഹനത്തിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ സെൻട്രൽ കൺസോളിലോ ഡാഷ്ബോർഡിലോ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. സ്റ്റിയറിംഗിലൊക്കെ നോർമലി വരുന്ന 1-2 ചെറിയ ക്രാക്കുകൾ വീണിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നോർമലി എ സിയുടെ വെന്റിൽ ഇവിടെ ഒരു പൊട്ടൽ മിക്കവാറും വണ്ടികൾക്ക് കാണാറുള്ളതാണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയും നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ കമ്പനി ഒറിജിനൽ
ലെതർ സീറ്റുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. അതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലൊന്നും വന്നിട്ടില്ല. സ്വിച്ചുകളാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. എല്ലാ പവർ വിൻഡോസും വർക്കിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് പുറകു നിര സീറ്റുകളിലേക്ക് പോകാം. പുറകു നിര സീറ്റുകളും ഫ്രണ്ടിലത്തെ അതേ ക്വാളിറ്റിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഫ്ലോർ മാറ്റിലൊക്കെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ചവിട്ടി കയറിയതിൻ്റെ അഴുക്കാണ് ഇരിക്കുന്നത്. അല്ലാതെ മറ്റൊരു ഡാമേജുകളും ഇതിൽ സംഭവിച്ചിട്ടില്ല. പുറകിലത്തെ നിര സീറ്റുകളും സെയിം അതേ കണ്ടീഷനിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണുള്ളത്. ടോപ്പിലേക്ക് വരുമ്പോഴത്തേനും ടോപ്പും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും ഇതിലൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സിയറ്റിൻ്റെ 4 പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. പുതിയ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025 മാനുഫാക്ചറിങ് ടയറുകളാണ് ഈ വാഹനത്തിൽ. 4 വന്നിരിക്കുന്ന ഒരേപോലെ മാറിയിരിക്കുന്നതാണ് 4 ടയറുകളും. സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് സ്റ്റെപ്പിനി ഓൾമോസ്റ്റ് ഒരു 90% ഉള്ള സ്റ്റെപ്പിനിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 1,50,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി ഓടിയിരിക്കുന്ന വാഹനമാണിത്. ഇതിൽ ഈ ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വണ്ടിയിൽ എവിടെയും വേറെ യാതൊരു റീപ്ലേസ്മെൻറ്റും വന്നിട്ടില്ല, റീപെയിൻറ്റും വന്നിട്ടില്ല. അപ്പോൾ ഈ വണ്ടി ഡൽഹിയിലാണുള്ളത്, നമ്മളും ഡൽഹിയിലാണുള്ളത്. നമ്മൾ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഡൽഹിയിൽ തന്നെയാണ് ഉള്ളത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ നമ്മളെപ്പറ്റി ഒന്ന് പറയുക, നമ്മളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്നും ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ വണ്ടികളും ടൊയോട്ടയുടെ വണ്ടികളും മാത്രമല്ല ചെയ്യുന്നത്, നമ്മൾ പ്രീമിയം കാറ്റഗറിയിലുള്ള വണ്ടികളും ചെറിയ വണ്ടികളും ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളും നമ്മൾ ചെറിയൊരു കമ്മീഷൻ വ്യവസ്ഥയോടുകൂടി നോക്കിയെടുത്ത് തരുവാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വണ്ടികൾ നോക്കിയെടുത്ത് തരുന്നത്. അതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കമൻറ്റിൽ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് ചാറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമുള്ള പേജുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണമെന്ന് നമ്മളുടെ ഒരു റിക്വസ്റ്റാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മളുടെ വണ്ടികളൊക്കെ മോസ്റ്റ്ലി നമ്മൾ കൂടുതലും ട്രക്കിലാണ് വിടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരുപാട് ട്രക്ക് ഓപ്പറേറ്റേഴ്സുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാമിലും അല്ലാതെയൊക്കെ ഉള്ള നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്, അവർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ കുറേ റീൽസ് കാണുന്നുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ട്രാവൽ ഏജന്റ്, നമ്മുടെ ട്രാൻസ്പോർട്ട് പാർട്ട്ണറാണ്. അദ്ദേഹം ഇടുന്ന റീൽസിനകത്ത് അദ്ദേഹം കൃത്യമായിട്ട് എഴുതി വിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനുള്ള ഒരുപാട് പ്രീമിയം വണ്ടികളും ചെറു വണ്ടികളും ഡൽഹിയിലേക്ക് കുത്തി ഒഴുകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷനുള്ള വണ്ടികൾ എടുക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്രോപ്പർ ഇൻസ്പെക്ഷൻ ആ വണ്ടി നടത്തിയിട്ട് എടുക്കാവുള്ളൂ. കാരണം അവരിടുന്ന റീലിനകത്ത് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഫ്ലഡഡ് വണ്ടികൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു വെസ്റ്റ് ബംഗാൾ ടു ഡൽഹി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞാനിത് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ വണ്ടി ഓടിയിരിക്കുന്ന 1.5 ലക്ഷം കിലോമീറ്ററാണ്. പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡാണ്. സിംഗിൾ ഓണറാണ്. 2019 മാനുഫാക്ചറിങ്, 19 രജിസ്ട്രേഷൻ, ബ്രോൺസ് കളറിൽ വരുന്ന 2.8Z ടോപ്പ് എൻഡ് വേരിയന്റ് വാഹനമാണ്. ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 15,50,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഓൺ ടേബിളിൽ അതിന് നെഗോഷിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും രാവിലെ 9 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള സമയത്ത് അല്ലെങ്കിൽ 1 മണി വരെയുള്ള സമയത്ത് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അഥവാ ഞാൻ ഫോൺ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ആ മെസ്സേജുകൾക്കെല്ലാം തന്നെ നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടുള്ള വാഹനം നമ്മൾ റെഡിയാക്കി തരുന്നതാണ്. അപ്പം ഇനിയും ഇതിലും അടിപൊളി ഒരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു പുതുവർഷം കൂടെ ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ബൈ.